നമസ്കാരം സാർ. എന്താ പീതാംബര സാറേ, ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? മറന്നില്ല സാറേ, അതല്ലേ വന്നത്. ഇരിക്കും. എന്താ പരുവന്റെ ഉദ്ദേശം? ഞാനിപ്പോ പല്ല് പൊളിഞ്ഞ സിംഹമാണ്. പല്ല് പോയാലും സിംഹം തന്നെയാണല്ലോ. അല്ലെങ്കിൽ സാറിന് ഇത് എത്രാമത്തെ സസ്പെൻഷന്? അതൊക്കെ പോട്ട്, എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ. ഉണ്ട് സാർ, അതല്ലേ സാറിനെ കാണാൻ വന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയാം. സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ശത്രുക്കളാണല്ലോ. മാസങ്ങളോളം അന്വേഷിച്ച് കണ്ടുപിടിക്കാത്ത കേസല്ലേ സാർ 1-2 ദിവസം കൊണ്ട് തെളിയിക്കുന്നത്. മതി സാറാ പൊക്കിയത്, വന്ന കാര്യം പറ. സാറേ, എന്റെ ചേട്ടന്റെ മോൻ അരുണിനെ അറിയില്ലേ? സാർ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. അത് അച്ഛനമ്മയില്ലാത്ത കുട്ടിയല്ലേ, താനല്ലേ പഠിപ്പിച്ചതല്ല. അവരെന്ത് പറ്റി? പറ്റിയത് അവനല്ല, അവന്റെ കൂട്ടുകാരനാണ്. അവന്റെ പേര് അമൽ എന്നാണ്. അവർ രണ്ടുപേരും മുംബൈയിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അയക്കെന്ത് പറ്റി? കഴിഞ്ഞ മാസം രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. അതുപോലെ തിരിച്ചു പോയതും ഒരുമിച്ചാണ്. പക്ഷേ അമൽ ട്രെയിനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? സാർ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. വിൽസൺ സാറാണ് അന്വേഷിച്ചത്. വിൽസൺ സാറാണ് അന്വേഷിച്ചത്. ഇവന്റെ ഭക്ഷണത്തിലായിരുന്നു വിഷം കണ്ടെത്തിയത്. മറ്റുള്ളവർ ആർക്കും കുഴപ്പമില്ല. അപ്പോൾ ട്രെയിനിലെ ഫുഡാണ്? അതെ. അപ്പോൾ ഫുഡിൽ വിഷം കലർത്തി കഴിച്ചതാണ്. അവൻ തന്നെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ട്രെയിനിൽ വെച്ച് വിഷം കഴിക്കാനുള്ള കാരണം വ്യക്തമായിട്ടുണ്ടോ? അതാണ് സാറേ എന്നെ ഇവിടെ എത്തിച്ചത്. പുറത്തുനിന്നൊരു ഫോഴ്സും ഇല്ല, ആരും വിഷം കലർത്താനും സാധ്യതയില്ല. അപ്പോ പിന്നെ ആത്മഹത്യ എന്ന നിഗമനത്തിലെത്താനേ കഴിയും. അല്ല, ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? സാർ, അരുണിന് അവൻ ആത്മഹത്യ ചെയ്തതെന്ന് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ അത് അവൻ പോലീസിനോട് പറഞ്ഞില്ല? പറഞ്ഞു, പക്ഷെ അവന്റെ മുമ്പിൽ വെച്ചാണല്ലോ കുഴഞ്ഞു വീണ് മരിച്ചത്. അതുകൊണ്ട് വേറെ സംശയിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല സാർ, അരുണിന് ഈ മരണത്തിൽ സംശയമുണ്ട്. പിന്നെ അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ പ്രവണത കൂടുതലുണ്ടാവും. അതായിരിക്കും അതിന്റെ കാരണം. അവിടെ ഒരു പ്രശ്നമുണ്ട് സാർ. അവനൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അവളെ സ്വന്തമാക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് അരുൺ ചോദിക്കുന്നത്. അവൻ ഡ്രഗ് അഡിക്റ്റ് അല്ലേ, അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. അതായിരിക്കും അതിന് കാരണം. സാർ, ഈ കേസ് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണ ചുമതല എനിക്കാണ്. സാറിന്റെ ഹെൽപ്പ് എനിക്ക് വേണം. സസ്പെൻഷനുള്ള ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്? സാറിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കേസ് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും. സാറൊന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. താൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് കൊടുത്താ ഞാനൊന്ന് പഠിക്കട്ടെ. ഓക്കെ സാർ, അത് എത്രയും പെട്ടെന്ന് എത്തിക്കാം സാർ. ഓക്കെ. ഹലോ, പീതാംബര സാറല്ലേ? തന്റെ ജ്യേഷ്ഠന്റെ മകൻ എന്നാ വരുന്നത്? നാളെ വരുമല്ലേ? പക്ഷെ അതിനു മുമ്പേ നമുക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണമായിരുന്നു. പറഞ്ഞിട്ടുണ്ടല്ലേ? ഇവന് നാളെ തന്നെ പോയി ആ കുട്ടിയെ കാണാം. ഓക്കെ, ശരി ശരി. എന്തുണ്ടെങ്കിലും സാറിനോട് പറഞ്ഞാൽ മതി. ശരി സർ. അമൽ കുട്ടിയായിട്ട് എങ്ങനെയായിരുന്നു? എന്നെ ജീവനായിരുന്നു. പിന്നെ ഡ്രഗ് അഡിക്റ്റ് ആയതിനു ശേഷം അവന്റെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങളൊക്കെ വന്നു. എന്ത് മാറ്റം? അവൻ എന്നോട് മോശമായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങി. പെട്ടെന്നൊന്ന് ഹഗ് ചെയ്യുക, പിന്നെ പരിസരബോധമില്ലാതെ കിസ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഡ്രഗ്സ് അടിച്ചതിന് ശേഷമാണല്ലേ? അതെ സർ, അല്ലാത്തപ്പോൾ അവൻ നോർമലായിരുന്നു. അവസാനം കണ്ടപ്പോൾ മോളോട് അവൻ മോശമായിട്ട് വല്ലതും പെരുമാറിയോ? അവൻ ജോലിക്ക് പോകുന്നതിന് തലേന്ന് ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഡ്രഗ് അടിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ അവൻ ഫോൺ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല സർ, പിന്നീട് അവൻ എന്നെ വിളിച്ചിട്ടില്ല. വൈകുന്നേരം മരിച്ചെന്ന ന്യൂസാണ് ഞാൻ അറിഞ്ഞത്. അവൻ വിളിച്ചിട്ട് താൻ പോകാത്തതുകൊണ്ട് അമൽ ആത്മഹത്യ ചെയ്തതെന്നാണോ താൻ വിശ്വസിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല സർ. മോള് കരയണ്ട കേട്ടോ, തന്നെ വിളിപ്പിക്കാം. ഓക്കെ.
എന്ത് തോന്നുന്നു സാർ? വല്ല തുമ്പും കിട്ടിയോ? ഇതുവരെ ഇല്ല. തന്റെ ജ്യേഷ്ഠന്റെ മകൻ കൂടി വരട്ടെ. എന്താ സാർ, അവന് വല്ല സംശയമുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വരട്ടെ. കമ്മീഷണറാണ്. ഹലോ. ഓ ഓക്കെ സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, ശരി സാർ. സാറ് വിളിച്ചത് എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചെന്ന് പറയാൻ വേണ്ടിയാണ്. നാളെ ജോലിക്ക് കയറാൻ. അപ്പോൾ ഇനി സാറിന് ഒഫീഷ്യലായിട്ട് അന്വേഷിക്കാമല്ലോ. മകൻ ഇവിടുന്ന് പോകുമ്പോൾ അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല സാർ. മകന് എന്തെങ്കിലും മാനസിക പ്രോബ്ലം ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല സാർ, അവൻ അങ്ങനെയൊന്നും എന്നോട് പറയാറില്ല. അമ്മയുടെ മകന് ഒരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നെന്ന് അറിയാമോ? അവൻ മരിച്ചതിന് ശേഷം അറിഞ്ഞു ആ പെൺകുട്ടി ഇവിടെ വന്നിരുന്നു. ആ കുട്ടിയുമായി മകന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ മകന്റെ മരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടെ വന്ന് പോയപ്പോൾ അവൻ എന്തൊക്കെയോ വിഷമമുള്ളത് പോലെ തോന്നി. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് അവൻ ഒന്നും പറഞ്ഞില്ല. മേഡം വിഷമിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ സാർ? അമ്മയുടെ മകൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു അറിയാമായിരുന്നു? അത് ആ പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. അതറിഞ്ഞപ്പോൾ ഞാൻ അച്ഛനില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയ മോനാണ്. ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കും സാർ? അമ്മ ജോലി സ്ഥലത്ത് എങ്ങനെയായിരുന്നു? അവൻ ഭയങ്കര കൂളായിരുന്നു സാറേ. പിന്നെ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അവൻ കുറച്ച് പ്രശ്നമായത്. എന്ത് പ്രശ്നം? അവൻ ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങി പിന്നെ വേറെ ആരെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. പിന്നെ അവൻ എന്താ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്നും ഒരു പിടുത്തമില്ല. നിങ്ങൾ ഡ്യൂട്ടിക്ക് പോയ ദിവസം, അതായത് അമൽ മരണപ്പെട്ട ദിവസം, അവൻ എങ്ങനെയായിരുന്നു? അന്ന് അവൻ നോർമലായിരുന്നു സാറേ. പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. തലേദിവസം ഡ്രഗ്സ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. നമസ്തേ. ഉറങ്ങിപ്പോയടേ, അമ്മ വിളിച്ചത്. ഇന്നലെ രാത്രി നല്ല അടിച്ച് കയറ്റി കാണുമല്ലേ? അത് വിടുവാ. ഇവരിത് എവിടെ നിന്നാ കിട്ടുന്നത്? ബോംബെയിൽ അതിന് ആളുണ്ട് സാറേ. ഇവിടെ ഇത് കൊടുക്കുന്ന ആരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടോ? അതറിയത്തില്ല സാറേ. പക്ഷെ അവൻ വരുമ്പോൾ സാധനം കയ്യിലുണ്ടാവാറുണ്ട്. അന്ന് ട്രെയിനിൽ നിന്ന് എന്ത് ഭക്ഷണമാണ് വാങ്ങി കഴിച്ചത്? എന്ത് നിനക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ഞാനന്ന് ചപ്പാത്തിയും വെജ് കറിയാണ് കഴിച്ചിരുന്നത്. അവൻ കഴിച്ചത് അല്ല സാർ, അവൻ ട്രെയിനിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. അവൻ്റെ കയ്യിൽ ഫുഡുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതാണോ? അവനങ്ങനെ ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും വാങ്ങി കഴിക്കാറില്ല. പക്ഷേ അന്ന് അവൻ്റെ കയ്യിൽ ഫുഡ് കണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു. അവൻ എവിടെ നിന്നാണ് ഫുഡ് വാങ്ങിയെന്ന് പറഞ്ഞത്? അത് അവൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടെന്നാണ് പറഞ്ഞത്. ഇത് നീ അന്ന് ആരോട് പറഞ്ഞില്ലായിരുന്നോ? അന്ന് ഇങ്ങനെ ആരും എന്നോട് ചോദിച്ചിരുന്നില്ല സാറേ. ഫുഡിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്നോ മറ്റോ ആണ് ചോദിച്ചിട്ടുള്ളത്. നീ വീട്ടിൽ പോയിക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കും. ഓക്കെ. വേറൊരു ഡൗട്ട് ക്ലിയർ ആയിരുന്നു മാം. മേഡം, ഒരു സംശയം ചോദിച്ചോട്ടെ. അമലിന് അന്ന് ഭക്ഷണം കൊടുത്തു വെച്ചത് നിങ്ങളാണ്? ഞാൻ കൊടുത്തു വിട്ടില്ല. അവൻ അങ്ങനെ പുറത്തു പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കൊണ്ടുപോകാറില്ല. അവന്റെ കൂട്ടുകാരെ അരുൺ പറഞ്ഞല്ലോ അവന്റെ അമ്മ കൊടുത്തു വിട്ട ഫുഡാണ് കഴിച്ചതെന്ന്. ഓ, അത് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. അവനന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോകാൻ സമയം അപ്പം മുട്ടക്കറി ഞാനാണ് ഉണ്ടാക്കി കൊടുത്തത്. അതെന്ത് മറവിയാണ് മേഡം? പതിവില്ലാതെ ഫുഡ് കൊടുത്തയക്കുന്നത് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? മേഡം, നിങ്ങൾ എന്തൊക്കെ ഒളിക്കുന്നുണ്ട്? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അമ്മ മകന് വിഷം കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമ്മ, ആ ഒരു ചിന്ത അവനുണ്ടോ സാറേ?
സാർ, അവൻ എൻ്റെ പഴയ മോനല്ല സാർ. അവൻ ഒരുപാട് മാറിപ്പോയി സാർ. അല്ല, അവനെ മാറ്റിയതാണ്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയും. ആഹാ, മോൻ ഇവിടെ വന്നിരിക്കുകയാണോ? നാളെ നിനക്ക് പോയേണ്ടതല്ലേ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ്ടേ? എന്താ മോനെ, എന്ത് പറ്റി? എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അരെ നീ എത്ര സുന്ദരിയാ. നീ എന്താ വരട്ടെന്ന് പറഞ്ഞത്? ഞാൻ തന്നെ പിടിച്ച് തിന്നോ? നിങ്ങൾ അടുത്തു വാ, ഞാൻ നിന്നെ ശരിക്കും കാണട്ടെ. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കുടിച്ചിട്ടുണ്ടോ? അതെന്താവാനാണ്? നീ അടുത്തു വന്നു. അമ്മ എവിടെ വന്നിരിക്കുകയാണ്? അമ്മ എന്നെ വിളിക്കാത്തെന്താ? എനിക്ക് പോകാൻ സമയമായി. കഴിച്ചൊക്കെയും ചെയ്യണു. ഫുഡും കഴിച്ചു. ഇതാ നിനക്ക് കഴിക്കാനുള്ള ഫുഡ്. ഞാൻ അംശത്തിൽ വിഷം കെടുത്തിയത് ഒരമ്മയോട് ഒരു മകന് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ് അവൻ എന്നോട് ചെയ്തത്. അവന്റെ ഉള്ളിലെ മയക്കുമരുന്നാണ് സാർ അതല്ല അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവനൊരു മകനായി കാണാൻ എനിക്ക് പറ്റുന്നില്ല സാർ. അവൻ ജീവിച്ചിരുന്ന ഇനിയും പല സ്ത്രീകൾക്ക് ഭീഷണി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ മകനെ അപ്പോൾ ഈ കേസ് ക്ലോസ് ചെയ്യലല്ലേ സാറേ?